അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ മുഹമ്മദ് ഷിബിലിയാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മത്തിനെ കുറിച്ചാണ്. മത്തിയെ പല ആൾക്കാർക്കും പുച്ഛാണ്. അതിന് ആ മണവും ഒക്കെ ഉള്ളതുകൊണ്ട്. ചെറിയ മീനാണെന്നൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ അതിൻ്റെ ആ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രക്കുമാണ്. ഇന്ന് ക്ലിനിക്കിൽ വരുന്ന ആളുകളോട് ഞാൻ ചോദിക്കാറുള്ളത്, മേലും കൈയൊക്കെ വേദന ഉണ്ടാകുമ്പോൾ ചോദിക്കുക, നിങ്ങൾ മത്തി കഴിക്കാറുണ്ടോ? ചെറിയ മീനുകൾ, മത്തി, നത്തോലി പറഞ്ഞ മീനുകൾ കഴിക്കാറുണ്ടോ എന്നാണ്. അത് കഴിക്കാത്തവരിലാണ് ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. ഈ മേലും കൈയും വേദന, അവിടെ ഇവിടെ നീർക്കെട്ടൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന രീതിയിൽ നിങ്ങൾ മത്തി കറക്റ്റ് കഴിച്ചു നോക്കിയേ, ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഒരുവിധ അസുഖങ്ങൾക്കൊക്കെ അത് പരിഹാരമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെ കഴിക്കണം എന്ന് വെച്ചാൽ, ആഴ്ചയിൽ 3 ദിവസമാണ് നിങ്ങൾ കഴിക്കേണ്ടത്. മിനിമം 3 ദിവസം അതിൻ്റെ കണക്ക് പറയുന്നത്. അതിൽ ഒരു ദിവസം നിങ്ങൾ ഒരു 100 ഗ്രാം മത്തി കഴിക്കണം. എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു മീഡിയം സൈസിലുള്ള മത്തി ഒരു 5 എണ്ണമായിട്ട് വരും ഈ 100 ഗ്രാം എന്ന് പറയുന്നത്. ഇനി കുഞ്ഞിതാകുമ്പോൾ ഒരു 6 എണ്ണം 7 എണ്ണം ഒക്കെ വേണ്ടി വരും ഇത് 100 ഗ്രാം കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 5 മത്തി 3 ദിവസം ആഴ്ചയിൽ എന്ന രീതിയിൽ കഴിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബ്ലഡിൽ നല്ല ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടും, നന്നായിട്ട് കൂടി നിൽക്കും. നമ്മളൊരു വിധം നമ്മുടെ നീർക്കെട്ട്, ഇന്നത്തെ കാലത്തെ നീർക്കെട്ടിൻ്റെ കാരണം ഈ ഒമേഗ 3 കുറയുന്നതാണ്. ഒമേഗ 6 ബാലൻസ് ആകെ തെറ്റും. ആ സമയത്ത് ശരീരത്തിൽ നീർക്കെട്ട് ഒരുപാട് കൂടും. മേലും കൈയും അവിടെയും ഇവിടെയൊക്കെ വേദനയായിരിക്കും. അത് നമുക്ക് ഈ ഒരു മാസം കൊണ്ട് ഇത് കഴിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ കുറഞ്ഞു തുടങ്ങും. ഒരു 1.5 മാസം കഴിയുമ്പോൾ, ഒരു മാസം കൊണ്ട് ഇത് കൂടും, ഒമേഗ 3 കൂടും. അതിൻ്റെ എഫക്റ്റ് ഒരു 1.5 മാസം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ കണ്ടു തുടങ്ങും. മാത്രമല്ല, ഈ 1.5 മാസം കഴിയുമ്പോൾ വൈറ്റമിൻ B12, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിനാണ്. നമ്മുടെ ശരീരത്തിൽ ഈ വായിൽ ഇടയ്ക്കിടയ്ക്ക് പുണ്ണ് വരുന്ന ആളുകളില്ലേ, അതിന് കാരണം വൈറ്റമിൻ B12 ആണ് ഒരു കാരണം. ചില ഈ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആളുകളിൽ കാണപ്പെടുന്നത് പോലെ ചില ആളുകൾ ഈ B12ൻ്റെ കുറവ് വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ തരിപ്പൊക്കെ വരാറുണ്ട്. അതും നമുക്ക് ഇതിലൂടെ പരിഹരിക്കും. പിന്നെ വൈറ്റമിൻ ഡിൻ്റെ അളവ് നമ്മളിതിങ്ങനെ കണ്ടിന്യൂസ് ആയി 1.5 മാസം കഴിക്കുമ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ കൂടി വരും. അപ്പോൾ നമുക്ക് അവിടെ ഇവിടെയുള്ള വേദന, ആ ഭയങ്കര ക്ഷീണം, ഒരു ഉഷാറില്ലായ്മ, മുടി കൊഴിച്ചിൽ, ഇതൊക്കെ കുറയും കേട്ടോ. പുറം വേദന, കയ്യിലും കാലിലും മസിൽ കയറുക, മസിൽ പിടിക്കുക, ഇതൊക്കെ നമുക്ക് ഈ വൈറ്റമിൻ D3 നോർമലായി ഇങ്ങനെ വരുമ്പോൾ നല്ല ആക്കം കിട്ടും. മാത്രമല്ല, ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരുമ്പോൾ സംഭവിക്കുന്നതാണ് നോക്കിയേ, മുഖത്തിനൊരു തിളക്കം വരുന്ന. നമ്മൾ പറയാറുണ്ട്, പണ്ടോടുന്നോ കേട്ടിട്ടുണ്ടാവും, മത്തി കഴിച്ചാൽ മുഖം തിളങ്ങുന്നു. അതൊരു വിധത്തിനുള്ളതാണ്. എല്ലാവർക്കും തിളങ്ങില്ല. ആൾറെഡി ഹൈഡ്രേഷൻ ഉള്ള ആളുകൾ, അതായത് ആൾറെഡി ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളുകളാണ് ഇങ്ങനെ കഴിക്കുന്നതെങ്കിൽ അവർക്ക് മുഖം തിളങ്ങുന്ന രീതിയിലേക്ക് മാറും, മുഖത്തൊരു തെളിച്ചം വരും. പക്ഷേ ആൾറെഡി വരൾച്ച, മുഖമൊക്കെ ഭയങ്കര ഡ്രൈ ആണ്, വെള്ളമൊന്നും കുടിക്കാറില്ല, ഫുഡൊക്കെ ഭയങ്കരമായിട്ട് ജങ്ക് ഫുഡാണ് കഴിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ആ വരൾച്ച പോകും. മുഖത്തുള്ള ആ ഒരു മൊത്തത്തിലൊരു ഡൾനെസ്സും ആ ഒരു വരൾച്ചയും പോയി സ്കിന്നൊന്ന് നോർമലായി തുടങ്ങുന്നുള്ള, അവിടേക്കുള്ള രക്തോട്ടമൊക്കെ കൂടുന്നതുകൊണ്ടും ഹൈഡ്രേഷൻ കൂടുന്നതുകൊണ്ടൊക്കെ. അപ്പോൾ ഈ ഒരു മാറ്റങ്ങൾ ഇതാ ഇത്ര സമയം കൊണ്ട് തന്നെ, ഒരു 1, 2, 3 മാസം കൊണ്ടൊക്കെ നല്ല രീതിയിൽ വന്നു തുടങ്ങും. ഇനിയും നിങ്ങൾ കാലങ്ങളോളം ഒരു ശീലമാക്കി മാറ്റിയാൽ, ഒരു മാസങ്ങളോളം വർഷങ്ങളോളം നിങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ചീത്ത കൊളസ്ട്രോൾ ബോഡിയിൽ ഉണ്ടാവില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം, ഈ ഒമേഗ 3 ഇല്ലേ, ഒമേഗ 3 എന്ന് പറഞ്ഞ സാധനം അത് ഞാൻ ക്യാപ്സ്യൂളായിട്ട് കൊടുക്കുന്നതാണ്. നമ്മൾ ഡോക്ടേഴ്സ് കൊടുക്കാറുണ്ട്. ആർക്കൊക്കെയാണെന്നറിയോ? ട്രൈഗ്ലിസറൈഡ് നന്നായിട്ട് കൂടുമ്പോൾ, ഫാറ്റ് ലിവർ ഉള്ളവർക്ക്, മുട്ടുവേദന, കൈവേദന എന്ന് പറയുന്ന ആളുകൾക്കൊക്കെ ഈ ഒമേഗ 3 കൊടുക്കാറുണ്ട്. ഞാൻ കൊടുക്കാറുള്ളത് 1000 mgൻ്റെ ഒമേഗ 3 ആണ് കൊടുക്കുന്നത്. ഈ 1000 mg കിട്ടാൻ നിങ്ങൾ ഒരു 3 4 മത്തി കഴിച്ചാൽ മതി. എന്തൊരു സുഖം നോക്കി. 4 മത്തി കഴിക്കുമ്പോൾ ഒരു 1000 mg ക്യാപ്സ്യൂളിൻ്റെ അകത്തുള്ള സാധനങ്ങൾ കിട്ടുകയാണ്, ഒമേഗ 3 കിട്ടുക. DHA എന്ന് പറഞ്ഞ സാധനങ്ങൾ. അപ്പോൾ ഇത് ശരീരത്തേക്ക് ചെല്ലുമ്പോൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ട്രൈഗ്ലിസറൈഡ് കൂടില്ല, ഫാറ്റ് ലിവർ നന്നായിട്ട് കുറയും, പിന്നെ നമ്മൾ ജോയിൻ്റ് വേദനകൾ നന്നായിട്ട് കുറഞ്ഞു കിട്ടും. ഇത്രയും നല്ല എഫക്റ്റാണ് ഈ മത്തിക്കുള്ളത് എന്നാണ്. മത്തി മാത്രമല്ല, നത്തോലിക്കും ഇതിനേക്കാൾ കഴിക്കണം. ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മത്തിൻ്റെ വിഷയം ഇങ്ങനെയാണുള്ളത് കേട്ടോ. ഇങ്ങനെ ഈ ചീത്ത കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, ഫാറ്റ് ലിവർ ഒന്നും വരാഞ്ഞാൽ ചീത്ത കൊളസ്ട്രോൾ കുറഞ്ഞ് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്കൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കുറവായിട്ട് വരും കേട്ടോ. ശരീരത്തിന് മൊത്തത്തിൽ ഉന്മേഷം വരുന്ന. ഞാൻ ഈ ഒമേഗ 3 ക്യാപ്സ്യൂൾ കൊടുത്ത് 2 ആഴ്ച കഴിഞ്ഞ് പേഷ്യൻസ് വന്നാൽ ഡോക്ടർ നിങ്ങൾ തന്ന ആ സാധനം ഉണ്ടല്ലോ, ആ ഗുളിക, അത് കഴിച്ചുമ്പോൾ ശരീരത്തിൽ മൊത്തത്തിൽ ഉന്മേഷം വന്നു എന്നുള്ളത് പറയാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും എഫക്റ്റുള്ള സാധനമാണ് ഈ മത്തി. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ 3 ദിവസം 100 ഗ്രാം, ഒരു ഏകദേശം 100 ഗ്രാം നിങ്ങൾ കഴിക്കുന്ന ശീലമാക്കുക. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ മത്തി ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് തള്ളി ഒന്ന് ഒഴിവാക്കുന്ന ആളുകളില്ലേ, അതിൻ്റെ മണം പറ്റാത്തവർക്ക് അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുള്ളൂ, അവർ കഴിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള നല്ല നല്ല ഇൻഫർമേഷൻസ് എത്തി ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷിബിലി, ചീഫ് മെഡിക്കൽ ഓഫീസർ, മിസ്ര ഹെൽത്ത് കെയർ, പൂക്കോട്ടൂർ, മലപ്പുറം.